ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത് വാക്യം. നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു, എന്നിട്ടും നീ എന്നെ നശിപ്പിച്ച് കളയുന്നു എന്നുള്ള വചനമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ താൻ ദൈവത്തോട് ചോദിക്കുന്നതായ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങ് എൻ്റെ സൃഷ്ടിതാവല്ലേ, എന്നെ ഉണ്ടാക്കിയവനല്ലേ, എന്നെ ചമച്ചത് അങ്ങല്ലേ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, എന്നെ നിർമ്മിച്ച അങ്ങ് തന്നെ എന്നെ നശിപ്പിച്ച് കളയുന്നുവോ എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിനകത്ത് നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും നടുവിൽ എന്തുകൊണ്ട് ദൈവം എന്നോടിങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെയും അനുഭവിക്കേണ്ടി വരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും, എന്നെ നിർമ്മിച്ച എൻ്റെ ദൈവം തന്നെ എന്നെ നശിപ്പിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരികയും ചെയ്യാൻ സാധ്യതകളുണ്ട്. എപ്പോഴാണ് ദൈവത്തിൻ്റെ കൈ പ്രതികൂലമായി വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം കാണുന്നത് ഇങ്ങനെയാണ്: കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്നോർപ്പിക്കുന്നുണ്ട്. നിർമ്മിതാവ് തനിക്കിഷ്ടപ്പെട്ട തലത്തിൽ ആ നിർമ്മാണം എത്തിച്ചേരാതെ വരുമ്പോഴാണ് അതിനെ പൊടിച്ചു കളയുകയും അതിനെ ഉടച്ചു കളയുകയും മറ്റൊരു നിലയിൽ കുശവന് ഏറ്റവും ഇഷ്ടപ്പെട്ട തലത്തിൽ അതിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യാറുള്ളത്. ഒരു പടം വരയ്ക്കുന്ന ചിത്രകാരനെ നോക്കുക. താൻ വരയ്ക്കുന്ന പടം തൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം വരുന്നില്ല എങ്കിൽ അത് കീറിക്കളഞ്ഞിട്ട് മറ്റൊരു പേപ്പറിൽ തൻ്റെ ആശയത്തിലുള്ള ആ പടം വരയ്ക്കുവാൻ ഉത്സാഹിക്കുന്നത് പോലെ ഒരു മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തിന് ആ നിർമ്മിച്ച മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുണ്ട്. ആ നിലവാരത്തിലേക്ക് എത്താതെ വരുമ്പോഴാണ് ആ മനുഷ്യനെ ഒന്നുകൂടി ഉടച്ചു വാർത്ത് കൊള്ളാവുന്ന പാത്രമാക്കി തീർക്കുവാൻ ഉത്സാഹിക്കാറുള്ളത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയും, ഇയ്യോബിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പദവിയിലേക്ക്, ആ ഒരു നന്മയിലേക്ക്, ആ ഒരു ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: ഞാൻ അങ്ങയുടെ സൃഷ്ടിയല്ലേ, എൻ്റെ സൃഷ്ടിതാവ് അങ്ങല്ലേ, എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ശോധന കഴിക്കുന്നു, എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നശിപ്പിക്കുന്നു, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന അളവുകളിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിപ്പാനായി നമുക്ക് ഉത്സാഹിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ സൃഷ്ടിതാവ് തന്നെ ഞങ്ങളെ നശിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത്
ഞങ്ങളെ കൊള്ളാവുന്ന പാത്രങ്ങളാക്കി തീർക്കുവാൻ വേണ്ടി ഉടച്ചു പണിയുന്നു എന്ന് മനസ്സിലാക്കി അങ്ങയുടെ പണിയുടെ മുൻപിൽ ശാന്തതയോടെ നിൽക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.